3 തവണ അധികാരത്തിൽ വരുന്നു അല്ലെങ്കിൽ 3 തവണ പ്രധാനമന്ത്രിയാകുന്നു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷമായിരിക്കുമോ? അത് പറ്റത്തില്ല. പക്ഷേ പ്രതിപക്ഷ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിയിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വീഴ്ത്താൻ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് സാധിക്കുമോ? അങ്ങ് കരുതുന്നുണ്ടോ? സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ശ്രമം എന്തായാലും അവർ നടത്തും. സുബ്രഹ്മണ്യ സ്വാമി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2 അണലികളെ കൂട്ടി സർക്കാർ ഉണ്ടാക്കിയതാണ് മോദി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് BJP പൂർണ്ണമായും തകർന്നടിയുന്നു എന്നല്ല, പക്ഷേ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അണലികളെ വിശ്വസിക്കാമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കക്ഷികളല്ല അവരെപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ താല്പര്യമാണ് അവർക്ക് വരുന്നത്. ഇനി എത്രത്തോളം ഈസിയാണ് കോൺഗ്രസ് മുക്ത ഭാരതം? കോൺഗ്രസ് മുക്ത ഭാരതമെന്നോ അല്ലെങ്കിൽ BJP മുക്ത ഭാരതം എന്നോ ഒരു ജനാധിപത്യത്തിൽ ചിന്തിക്കാൻ പാടില്ല. നമസ്കാരം. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജോൺ പി തോമസ് ആണ്. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3 ടേം തികയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രി യാഥാർത്ഥ്യമായിരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യൻ രാഷ്ട്രീയം ഇതെങ്ങോട്ടാണ് പോകുന്നത്? 3ാം തവണയാണ് മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. അപ്പം നമുക്ക് അറിയാം, കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം അതിൽ നിന്നും വ്യത്യസ്തമായി കഷ്ടിച്ച് കടന്നുകൂടിയ ഒരു തെരഞ്ഞെടുപ്പാണ് മോഡിയെ സംബന്ധിച്ച് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 3 തവണ അധികാരത്തിൽ വരുന്നു അല്ലെങ്കിൽ 3 തവണ പ്രധാനമന്ത്രിയാകുന്നു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇന്ത്യയെ തന്നെ അങ്ങനെ അപൂർവമായി ലഭിക്കുന്ന ഒരവസരമാണ് മോഡിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ BJPയിൽ നിന്നും ഇതിനേക്കാൾ വലിയ നേതാക്കൾ ഉണ്ടായിട്ട് പോലും ലഭിക്കാത്ത ഒരവസരമാണ് മോഡിക്ക് ലഭിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല, അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തെ ഒക്കെ സംശയിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം യഥാർത്ഥത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് ആദ്യമായിട്ടാണ് സ്വന്തം മണ്ഡലത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആദ്യ റൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയിൽ നിന്നും വോട്ട് കുറവായിരുന്നു. ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം 4.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മോഡിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഇങ്ങോട്ട് വരുമ്പോൾ BJPയുടെ വൻ ഭൂരിപക്ഷം ലഭിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഈ സംഭവിച്ചിട്ടുണ്ട്. ചുരുക്കം ചില മണ്ഡലങ്ങളിലൊഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അവർക്കൊരു തിരിച്ചടി രാജ്യത്ത് മൊത്തം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഭരണത്തിലിരിക്കുമ്പോൾ നടത്തിയ ചില പ്രവർത്തനങ്ങൾ അല്ലെ ഭരണപരമായി അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 400 സീറ്റ് എന്ന ലക്ഷ്യവുമായി രംഗത്ത് വന്നു. അവസാനം ഒരു 350 സീറ്റിനകത്ത് എല്ലാവരും കരുതി ജയിക്കും എന്ന് കരുതിയ മോഡിക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഇത്തവണ ഭരിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ടേമിലൊക്കെ എല്ലാ അണികളും BJPക്കാരും ആവേശത്തോടെ പറഞ്ഞിരുന്നത് ഇത് മോദി സർക്കാർ എന്നാണ്. പക്ഷേ ഇപ്പോൾ NDA സർക്കാർ എന്നാണ് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത്. അതൊരു ധൈര്യക്കുറവുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇത്തവണ നമ്മൾ അവരുടെ ആദ്യത്തെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തന്നെ പറയുന്നത് NDAയ്ക്കാണ് ചിന്താപരിച്ചത്, അല്ലെ മോദിക്കല്ല. മോദിയുടെ ആ പ്രഭാവത്തിൽ എന്തോരം മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നിൽ അദ്ദേഹത്തിൻ്റെ അധികമായ പ്രവർത്തനം, മീൻസ് ആത്മവിശ്വാസം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി അഗ്രസീവായ ചില മൂവ്മെൻറ്റുകൾ, കഴിഞ്ഞ ഗവൺമെൻറ് അഗ്രസീവായ മൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവർ ചിലത്തിലുള്ള ചില നിലപാടുകൾ, ഇത് കാരണം ജനങ്ങൾ BJP എന്നൊരു അകലം പാലിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് പൂർണ്ണമായും അത് മാറിയിട്ടുമില്ല. ചില സ്റ്റേറ്റുകളിൽ നോക്കുമ്പോൾ അവർ പൂർണ്ണമായും ജയിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കർണാടകയിലും തെലങ്കാനയിലും ഈ റീസെൻ്റ്ലി നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിൻ്റെ സർക്കാർ വന്നു. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതേ പെർഫോമൻസ്, അവർ കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതേ പെർഫോമൻസ് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് BJP പൂർണ്ണമായും തകർന്നടിയുന്നു എന്നല്ല, പക്ഷേ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ജനമാണല്ലോ ആ ജനാധിപത്യത്തിലെ അവസാന വാക്ക്. അവർ ഒരു ക്ലിപ്പ്, നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയല്ല, നല്ലതാണ്, ആ ക്ലിപ്പ് നല്ലതാണ്, ആ ക്ലിപ്പ് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ കാണുന്നത്, ഞാൻ എപ്പോഴും ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നത് ഒരു ഭരിക്കാൻ പോകുന്ന കക്ഷിക്ക്
മുന്നണിക്കല്ല, ഭരിക്കാൻ പോകുന്ന കക്ഷിക്ക് ക്ലിയർ മെജോറിറ്റി കിട്ടുന്നതാണ് ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്തെ സംബന്ധിച്ച് നല്ലതെന്ന് ഞങ്ങൾ പണ്ട് പറയുമായിരുന്നു. പക്ഷേ അതിനേക്കാൾ നല്ലത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിനൊരു ചെറിയ ഭേദഗതി കഴിഞ്ഞ ഭരണവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടാകുന്നതാണ് നല്ലത്. ഏകാധിപത്യം ഒഴിവാക്കുന്നത് നന്നാകും എന്നാണോ? ഏകാധിപത്യം ഒഴിവാക്കലല്ല, ചില നടപടികളിൽ ഒരു നിയന്ത്രണം വരുത്താൻ, അല്ലെങ്കിൽ അത് കാര്യം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെജോറിറ്റി വെച്ച് എന്തും ചെയ്യാം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കാഴ്ച എതിർ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. അത് ഏത് പാർട്ടി ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചിരുന്നാലും അല്ലെങ്കിൽ BJP ഭരിച്ചാലും, അല്ലെങ്കിൽ നാളെ വേറൊരു പാർട്ടി അധികാരത്തിൽ വന്നിരുന്നാലും എതിർ ശബ്ദം കേൾക്കുക, വിയോജിപ്പുകൾ മനസ്സിലാക്കുക, പ്രതിപക്ഷ ശബ്ദം അത് ആരുടേതാണെങ്കിലും അത് കേൾക്കുക എന്നുള്ളതാണ്. അത് കേൾക്കാതെ അല്ലെങ്കിൽ അതിനൊരു ശ്രദ്ധ പോലും നൽകാതെ EDയും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടും അതല്ലെങ്കിൽ അഗ്രസീവായ ചില മൂവ്മെൻറ്റുകൾ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പല സെക്കുലർ സ്റ്റേറ്റാണ്, ആ സെക്കുലർ സ്റ്റേറ്റ് തകർക്കാൻ അല്ലെങ്കിൽ ഭരണഘടന പൊളിച്ചെഴുതാൻ ഇതൊക്കെ വരുമ്പോൾ ജനം അതൊന്നും അംഗീകരിക്കണമെന്നില്ല. കർഷകരുടെ ശബ്ദം കേൾക്കാതിരിക്കുന്ന ഒരിക്കലും ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് എത്ര വലിയ വികസനം നടക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ പോലും കർഷകരുടെ ശബ്ദം കേൾക്കാതിരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ആ ഗവൺമെൻറ്റിനോടൊരു വിയോജിപ്പുണ്ടാകും, അല്ലെങ്കിൽ എതിർപ്പുണ്ടാകും. ആ എതിർപ്പിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്തു തന്നെയായാലും ഒരു സർക്കാർ രൂപീകരിച്ച് കഴിഞ്ഞു. പക്ഷേ ഈ അപ്പോൾ നിലപാട് മാറ്റുന്ന കുറേ ആൾക്കാരെ കൂടെ കൂട്ടിയിട്ടാണ് മൂന്നാമത്തെ NDA സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഈ വണ്ടി എത്ര നാൾ ഓടും? ഇപ്പം എന്നോട് ചോദിച്ചതുപോലെ തന്നെ പല ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഈ ഒപ്പം നിൽക്കുന്ന രണ്ട് കക്ഷികൾ, ഘടകകക്ഷികളാണ് അവർ. പക്ഷേ അവരെ സംബന്ധിച്ചോളം അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് തുടക്കത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ അവർ മന്ത്രിസ്ഥാനങ്ങൾ അതൊക്കെ ചോദ്യങ്ങൾ, പ്രഷർ പൊളിറ്റിക്സാണ് അവർ നടത്താൻ പോകുന്നത്. പണ്ട് തന്നെ അവരുണ്ട്. ആയാറാം ഗയാറാം എന്നുള്ള ഒരു നിലപാടുകാരാണ് ഇവർ രണ്ടുപേരും. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടും ചാടാം. അക്കരപ്പച്ച ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്നുള്ളതാണ് അവരുടെ രണ്ടുപേരുടെയും നിലപാട്. എത്ര നാൾ പോകും എന്നുള്ള അവരുടെ ഇൻട്രസ്റ്റ്, എത്ര നാൾ BJPക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും അത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ആ നിമിഷം ഈ സർക്കാരിന് പതനമുണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2 അണലികളെ കൂട്ടി സർക്കാർ ഉണ്ടാക്കിയതാണ് മോദി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതൊരു തെറ്റ് അല്ല. ഞാനത് തെറ്റാണോ എന്ന് ചോദിച്ചത് ഒരു അല്ലാതെ എങ്ങനെ ഒരു സർക്കാർ അദ്ദേഹത്തിന് രൂപീകരിക്കാൻ പറ്റില്ല. കാര്യം ഓപ്ഷനില്ല. കാര്യം ഒരു സിംഗിൾ മെജോറിറ്റി പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സിംഗിൾ മെജോറിറ്റി പാർട്ടിയായിരുന്നു BJP. അവർക്ക് ഒറ്റയ്ക്ക് തന്നെ സർക്കാർ ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തു, ജനം കൊടുത്തു. പക്ഷേ ആ അവസരം കിട്ടിയിട്ട് ആ അവസരം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഭിന്നതകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ, ജനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാതെ മറ്റു ചില മേഖലകളിലേക്ക് കടന്നു കയറി ആ മേഖലകൾക്ക് പ്രാധാന്യം നൽകാൻ ആണ് ശ്രദ്ധിച്ചത്. കുറേ വ്യവസായികളുടെ കടങ്ങൾ എഴുതി തള്ളാൻ, അല്ലെങ്കിൽ കമ്മ്യൂണൽ ബാലൻസ് മാനിക്കാതെ അല്ലെങ്കിൽ സെക്യുലറിസത്തെ കാണാതെയുള്ള തീരുമാനം എടുക്കാനൊക്കെ പോയപ്പോഴാണ് ജനത്തിന് വിയോജിപ്പുകളുണ്ടായത്. ആ വിയോജിപ്പിൻ്റെ ഫലമാണ് ആ ഒരു സിംഗിൾ മെജോറിറ്റിയിൽ നിന്ന് BJPക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ 2 അണലികളെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് ഒരു കോയിലേഷൻ ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. ആ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് വന്നത്. അണലികളെ വിശ്വസിക്കാമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കക്ഷികളല്ല അവരെപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ താല്പര്യമാണ് അവർക്ക് വലുത്. സുബ്രഹ്മണ്യ സ്വാമി അപ്പോൾ നൽകിയത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് 101% ശരിയാണ്. അവർ സ്റ്റേറ്റുകളുടെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ചോദിക്കും. സ്വാഭാവികമായി അവരുടെ ഇൻട്രസ്റ്റ് എങ്കിലും അവർക്ക് ആ സ്റ്റേറ്റ് പിടിച്ചിരിക്കാം. അവർ ചെയ്യുന്ന അഴിമതി കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ഒന്നുകൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ അവസാന UPA സർക്കാർ, കോൺഗ്രസ് നയിച്ച UPA സർക്കാർ, ലാസ്റ്റ് UPA സർക്കാരിൽ എന്താണോ കോൺഗ്രസ്സിന് ചെയ്യേണ്ടി വന്നത്, പല ഘടകകക്ഷികളും അവർ ചെയ്ത അഴിമതികളും കോൺഗ്രസ്സിന് കണ്ടില്ല എന്ന് നടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ കോൺഗ്രസ് മോശമായിരുന്നോ? അല്ല. അവർക്ക് എന്തുകൊണ്ടാണ്? അന്നും ഒരു UPA സർക്കാരാണ്. കോൺഗ്രസിന് സിംഗിൾ മെജോറിറ്റി ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഘടകകക്ഷികളെ ആശ്രയിച്ച് മാത്രമേ ഭരിക്കാൻ പറ്റൂ. ആ മുന്നണി സർക്കാർ വരുമ്പോൾ മുന്നണി ഭരണത്തിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ, നയിക്കുന്ന കക്ഷിക്ക് ഒരു വ്യക്തമായൊരു മെജോറിറ്റി അംഗബലം ഇല്ല എങ്കിൽ സ്വാഭാവികമായും ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കേണ്ടത് അതിശക്തമായൊരു പ്രതിപക്ഷമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അതിശക്തമായൊരു പ്രതിപക്ഷമുണ്ട്.
അതെ. താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതിനോട് ആഡ് ഓൺ ചെയ്യുകയാണ്. അതായത് ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് മറ്റു ഓപ്ഷൻസ് ഇല്ല, പക്ഷേ പ്രതിപക്ഷത്തിന് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ആർ ദെയർ. യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷമായിരിക്കുമോ? അത് പറ്റത്തില്ല. പക്ഷേ പ്രതിപക്ഷ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റില്ല. പ്രതിപക്ഷമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനാധിപത്യത്തിൽ ആർക്കാണോ ഭൂരിപക്ഷം കിട്ടിയ ഒരു സർക്കാർ രൂപീകരിക്കുന്നത് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് ഡെമോക്രാറ്റീവ് ആവണം. അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കിയും വേണം എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. അതിനനുസരിച്ച് BJPയും അതിനനുസരിച്ച് കോൺഗ്രസ് പോകണം. പ്രതിപക്ഷത്തിൻ്റെ റോള് കൃത്യമായി നിർവഹിക്കാൻ കോൺഗ്രസിനും അല്ലെങ്കിൽ അവരുടെ മുന്നണി ഇന്ത്യ മുന്നണിക്കും കഴിയണം. അല്ലെങ്കിൽ അവർക്കും തിരിച്ചടി ഉണ്ടാവാം. ഇന്ത്യ മുന്നണിയിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വീഴ്ത്താൻ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് സാധിക്കുമോ? അങ്ങ് കരുതുന്നുണ്ടോ? സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ശ്രമം എന്തായാലും അവർ നടത്തിയേ പറ്റൂ. ഒരു റിസോർട്ട് രാഷ്ട്രീയമോ അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഏത് വിധത്തിലും MPമാരെ ചാക്കിട്ട് പിടിക്കാനോ ഒക്കെ ശ്രമങ്ങൾ നടക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനെയൊക്കെ ഫലപ്രദമായി നേരിടാനുള്ള ശക്തി പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടോ? ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളാണ് തെളിയിക്കേണ്ടത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും എന്ന് കേൾക്കുന്നുണ്ട്. അതിനെ എത്ര പേർക്ക് മുന്നണിയിൽ അംഗീകരിക്കാൻ കഴിയും? കോൺഗ്രസിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലതുണ്ടാവില്ല. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിൽ അവരെ സംബന്ധിച്ചോളം ആരാണ് പ്രതിപക്ഷ നേതാവാകേണ്ടതെന്നുള്ള ഘടകകക്ഷികൾക്കും കൂടെ ഒരു വോയിസ് പ്രധാനമാണ്. പാർട്ടിക്കാണ് മുഖ്യ കക്ഷിയാണ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതെങ്കിലും അത് മറ്റേ കൂടെ നിൽക്കുന്നവരുടെ അഭിപ്രായം കൂടി അത് മാനിക്കപ്പെടണം. അതിൽ എത്രത്തോളം സഖ്യകക്ഷികൾക്ക് പക്ഷേ ഓൾറെഡി തീരുമാനമായല്ലോ ഏകദേശം രാഹുൽ ഗാന്ധി. ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല. അത് ഇനിയും വരുന്ന ദിവസങ്ങളിലാണ് വരേണ്ടത്. അല്ലെങ്കിൽ പ്രഖ്യാപനം വന്ന് തീരുമാനം വന്ന് നടപ്പായി കഴിഞ്ഞിരുന്നാലും അസ്വസ്ഥതകൾ ഉണ്ടാകാമല്ലോ. ആ അസ്വസ്ഥതകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഫലപ്രദമായി ചിലപ്പോൾ BJP ഉപയോഗപ്പെടുത്തിയെന്ന് വരാം. മനസ്സിലായി. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. BJP കുറേയധികം നാളുകളായി ഫോക്കസ് ചെയ്യുന്നതാണ് തെന്നിന്ത്യ പിടിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. ഇനി വരുന്ന ദിവസങ്ങളിൽ തെക്കൻ ഇന്ത്യയിൽ അവരുടെ ഒരു സ്ട്രാറ്റജി എന്തൊക്കെയായിരിക്കും? ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ളത് അവർ കർണാടകയാണ് ആദ്യം. ഒരു മഹാരാഷ്ട്ര നമ്മളങ്ങനെ പറയുമെങ്കിൽ പോലും കർണാടകയിലാണ് തുടക്കമിട്ടത്. ഇപ്പോഴതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ തമിഴ്നാടും കേരളവുമാണ്. കേരളത്തിലാണ് ഇനിയൊരു പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചിട്ടുള്ളത് UDF ആണ്. അല്ലെങ്കിൽ മുഖ്യ രണ്ടാമത്തെ കക്ഷി CPM ആണെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ വിലയിരുത്തലിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയിച്ച പാർട്ടി BJP. കേരളത്തിലെ സാഹചര്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞത് ഒരു ദക്ഷിണേന്ത്യ പിടിക്കുന്ന സിറ്റുവേഷൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധ ഇനി കേരളത്തിലേക്ക് വരാം. ഈ ദക്ഷിണേന്ത്യ പിടിക്കുന്നതിന് അവർ കൂടുതൽ ശ്രദ്ധ. തമിഴ്നാട്ടിൽ അവരുടെ ടാക്ടിക്സ് അത്രത്തോളം വിജയിക്കുന്നില്ല. തമിഴ്നാട്ടിൽ വീണു അല്ലേ ശരിക്കും? തമിഴ്നാട്ടിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അത് എന്തുകൊണ്ട് എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യം. അണ്ണാമലയുടെ നേതൃത്വത്തിൽ നല്ല പ്രചരണവും ഒക്കെ നടത്തിയെങ്കിൽ പോലും സ്റ്റാലിന് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അവിടുത്തെ ചില ജാതി ഇക്വേഷൻസ് ഒക്കെ അതിനുണ്ടാകാം. അതിനൊന്നും അവർക്ക് നല്ലൊരു നേതാവില്ലാത്ത ഒരു പ്രശ്നം തമിഴ്നാട്ടിലുണ്ട്. അത് പരിഹരിച്ചതാണ് അണ്ണാമലൈ. എന്നിട്ടും അവിടെ ചില തർക്കങ്ങളുണ്ട്. അത് BJPക്ക് അങ്ങോട്ട് വളരാനായിട്ട് അത് കഴിയുന്നത്. പക്ഷേ കർണാടകയിലെ സ്ഥിതി അതല്ല. കർണാടകയിൽ റീസെൻ്റ് ആയിട്ട് കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്ത് ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി അവർ മുന്നേറുകയാണ്. അപ്പോൾ അത് ശരിക്കും തെക്കൻ ഇന്ത്യയിലും അവർക്കൊരു വേറെ സ്വാധീനമുണ്ട്. സ്റ്റിൽ ദർ ഇസ് എ സ്പേസ്. ഓക്കെ, ഷുവർ. കാര്യം എന്ന് പറഞ്ഞാൽ കർണാടക ഇലക്ഷൻ സമീപകാലത്ത് നടന്നു. അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും അവിടുത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നല്ല മെജോറിറ്റി സീറ്റ് കോൺഗ്രസ് പിടിക്കുമെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടും അവസാനം എന്ത് സംഭവിച്ചു? 9 സീറ്റിൽ ഒതുങ്ങി. ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം സീറ്റുകളിലും BJP ആണ് ജയിച്ചത്. അവിടുത്തെ ശക്തനായ നേതാവ് DK ശിവകുമാറിന്റെ സഹോദരൻ ഉൾപ്പെടെ തോറ്റിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തവണ പാർലമെന്റിലെ സിറ്റിംഗ് MP ആയിരുന്നു. ആന്ധ്രാപ്രദേശിലും ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനൊപ്പം ഉള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ടായി. പക്ഷേ തെലങ്കാനയിൽ സംഭവിച്ചു. തെലങ്കാനയിൽ ഇത് തന്നെ സംഭവിച്ചു. തെലങ്കാന കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഒറ്റ ഭൂരിപക്ഷത്തോടെ ഗവൺമെന്റ് ഉള്ളതാണ്. അവിടെയും ഈ BJPക്കാണ്. മനസ്സിലായി. തെക്കൻ ഇന്ത്യയിൽ ഇനി അവർക്ക് ശരിക്കും അവരുടെ സ്പേസ് ഇതുവരെ ക്ലച്ച് പിടിക്കാത്ത തമിഴ്നാട്ടിലാണ്. അതെ, അതിന് കാത്തിരുന്ന് കാണണം. അവർക്ക് അവിടുത്തെ പൊളിറ്റിക്സ് എനിക്ക് തോന്നുന്നു
തമിഴ്നാട് ഈ പഴയ ചില ജാതിപരമായ വിഷയങ്ങൾ BJP ചില വിലങ്ങുതടികൾ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു നല്ല സ്ട്രോങ് ടീമില്ല അവർക്ക്. ഒരു നേതാവിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അണ്ണാമലൈ എന്നൊരു നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത്. അത് അവർക്കൊരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. BJP എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് മുക്ത ഭാരതം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഖ്യാപിത അജണ്ടയാണ് കോൺഗ്രസ് മുക്ത ഭാരതം. പക്ഷേ ഇപ്പോൾ അതിശക്തമായൊരു പ്രതിപക്ഷം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എത്രത്തോളം ഈസിയാണ് കോൺഗ്രസ് മുക്ത ഭാരതം? കോൺഗ്രസ് മുക്ത ഭാരതമെന്നോ അല്ലെങ്കിൽ BJP മുക്ത ഭാരതം എന്നോ ഒരു ജനാധിപത്യം ചിന്തിക്കാൻ പാടില്ല. BJPക്ക് പറ്റിയ അബദ്ധങ്ങൾ അല്ലെ തെറ്റുകൾ വീഴ്ചകൾ ഒന്നും അത് തന്നെയാണ്. എനിക്ക് ആഗ്രഹമുണ്ടാകാം ആ പാർട്ടി ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു പാർട്ടി മറ്റേ പാർട്ടി തകരണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാകാൻ പാടില്ല. മുക്ത ഭാരതം എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ മാത്രമാകണം എന്നാണ് അർത്ഥം. അതിൽ തന്നെ ഒരു അതിലൊരു ഏകാധിപത്യത്തിൻ്റെ സ്വരമുണ്ട്. ഞാൻ മാത്രമാകുക, ബാക്കി എല്ലാവരും പോകുക. അത് ജനാധിപത്യമല്ല. ജനാധിപത്യത്തിൽ എല്ലാ കക്ഷികളും വേണം. ഓക്കെ, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഏതെങ്കിലും ഇപ്പം കോൺഗ്രസ് നാളെ അധികാരത്തിൽ വന്നതിന് ശേഷം BJP മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇതേ ഗതിയായിരിക്കും. ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രവർത്തിക്കുകയും അവരുടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ മികച്ച ആളുകളെ ജനം തിരഞ്ഞെടുക്കുകയും ചെയ്യും, കഴിവുള്ള ആളുകൾ. അതിനു പകരം ഒരു മുക്ത ഭാരതം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുക്ത ഭാരതം, ഇനി അതൊന്നും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോൺഗ്രസ് ഇപ്പം 99 സീറ്റ് അവർ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും കൂടെ ജയിച്ച് 101 അവർ കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടിയായി അവർ മാറി. വീണ്ടും അവർ ക്രിയാത്മക പ്രതിപക്ഷമായി മുന്നോട്ട് പോവുകയാൽ ഒരു എല്ലാത്തിനും ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പദ്ധതികളെയും പരിപാടികളെയും എതിർക്കുക എന്നുള്ളതല്ല, അതിനാവശ്യമുള്ളതിനെ എതിർക്കുക. ശക്തമായ പ്രതിപക്ഷം അവരുടെ ജോലികൾ കൃത്യമായി നടത്തണം. ശക്തമായൊരു പ്രതിപക്ഷമാണ് ശക്തമായ ഒരു സർക്കാരിനെ, ഒരു നല്ലൊരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായി. അവസാനമായി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീ രാഹുൽ ഗാന്ധിയെ എല്ലാവരും പരിഹസിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ഭാവി പ്രധാനമന്ത്രി. കുറേയധികം നാളുകളായിട്ട് അദ്ദേഹം നേരിടുന്ന ഒരു ആക്ഷേപമാണ്. എസ്പെഷ്യലി ട്രോളന്മാർ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം പ്രയോഗമാണ്. ഇനി അങ്ങനെ പരിഹസിക്കാൻ സാധിക്കുമോ? അല്ല, അദ്ദേഹത്തിന് കിട്ടിയ ഇത്രയും പരിഹാസങ്ങൾ നേരിട്ട ഒരു നെഹ്റു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യത്ത് നോക്കിയ രാഷ്ട്രീയ നേതാവോ കുറവായിരിക്കും. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും കാണുന്നത് ഇത്രയും പരിഹാസം നേരിട്ട. പക്ഷേ അദ്ദേഹം അന്ന് തൊട്ട് ഇന്നു വരെയും ആ പരിഹാസങ്ങളെല്ലാം നേരിടുമ്പോഴും അതിനെയെല്ലാം വളരെ സമചിത്തതയോടെ നേരിടുകയും എന്നിട്ട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, തോൽവി വന്നു, കഴിഞ്ഞ തവണ തോൽവി വന്നു, തൊട്ട് പുറയിൽ അദ്ദേഹം രാജ്യം വിട്ട് വേറെ സംസ്ഥാനത്ത് ഉല്ലാസത്തിന് പോകുന്നു. അതൊന്നും രാഷ്ട്രീയക്കാരന് യോജിച്ചതല്ല. അല്ലെങ്കിൽ രാജിവെച്ച് പോകുന്നു, അതൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് പപ്പു. ആ വിളിയൊക്കെ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം ലാസ്റ്റ് പറയുന്നത്, അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ വളരെ ഇന്നത്തെ പത്രങ്ങൾ വായിക്കുമ്പം ആ ചുവന്ന ഭരണഘടനയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത്. അദ്ദേഹം അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ ഭരണഘടന ഉയർത്തി കാണിച്ച് ഇതിന് സംരക്ഷിക്കാനാണ്, രാജ്യത്തിൻ്റെ മതേതരത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്. വൈരാഗ്യത്തിൻ്റെ നാട്ടിൽ സ്നേഹത്തിൻ്റെ ചായക്കട തുറന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾക്കൊരു സിമ്പതി അദ്ദേഹത്തോട് വന്നിട്ടുണ്ട്. ഇല്ല എന്ന് എത്ര പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഒന്നാം ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞോടുകൂടി ഒരു പൊളിറ്റീഷ്യനായി അദ്ദേഹം മാറി. ആദ്യ ഭാരത് ജോഡോ യാത്ര കഴിയുമ്പോൾ അത് നടത്തുന്നത് വരെ അദ്ദേഹത്തെ ഒരു കോമാളി വേഷത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറിയത് ഭാരത് ജോഡോ യാത്രയുടെ. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൈലേജ് ഞാൻ കാണുന്നത് ആ ജോഡോ യാത്രയാണ്. അവസാനമായി ഒറ്റ ചോദ്യം, രാഹുൽ ഗാന്ധി ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ ഭരിക്കുമോ ഇല്ലയോ? ഭരിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ വിൽ പവർ അനുസരിച്ച് അദ്ദേഹം രാജ്യം ഭരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളോ രാഷ്ട്രീയ വിശദീകരണങ്ങളോ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.